ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം 11ാമത്തെ ദശകം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 6ാമത്തെ ശ്ലോകം വരെ പഠിച്ചു. 7 തൊട്ട് നമുക്കിന്ന് നോക്കാം. എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് അടുത്ത പുതിയ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് 7ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. തദീയഭൃത്യാവത കാശ്യപാത്തോ സുരാരിവീര്യാവുദിതോ ദൗ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടോ യമൗ ച ലോകസ്യ യമാവിവാന്യോ. ഹരേ കൃഷ്ണ. ത്വദീയ ഭൃത്യൗ അധ, ഭൃത്യൗ അധ, അല്ലെങ്കിൽ ചില ബുക്കിൽ ഭൃത്യൗ കില എന്ന് കാണാം. അപ്പം ഭൃത്യാവധ എന്നാണ് നമ്മൾ ചില ബുക്കിൽ ഉണ്ടാവുക. അപ്പം ഭൃത്യാവധ, വാട അർത്ഥം ഔ എന്നുള്ള ശബ്ദമാണ് അവിടെ വരുന്നത്. അപ്പം ത്വദീയ ഭൃത്യൗ പ്ലസ് അധ എന്ന് വരും. കാശ്യപാദ തൗ. അപ്പോൾ ഔ ശബ്ദം വരുന്നത് ഇവിടെ 2 പേര് ജനിക്കുന്നുണ്ട്. ഹിരണ്യാക്ഷനും 2 പേര്, 2 പുത്രന്മാരെ ആണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഔ എന്നുള്ള ശബ്ദത്തിൽ തൗ, ഔ. സുരാരിവീര്യൗ, ഉദിതൗ, ദിതൗ, ദൗ എല്ലാം ഔ വെച്ചിട്ടാണ് 2 പേരെ പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ സുരാരിവീര്യൗ ഉദിതൗ ദിതൗ ദൗ എന്നുള്ള വരും. സന്ധ്യാ സമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവാന്യോ, യമോ വിവാന്യോ എന്ന് വരും. യമോ വിവാന്യോ ഒന്നിച്ചു വരുന്നത്. നമുക്ക് അർത്ഥം നോക്കുമ്പോൾ ത്വദീയ ഭൃത്യൗ തൗ ച എന്ന് പറഞ്ഞാൽ അങ്ങയുടെ നിന്തിരുവടിയുടെ ഭഗവാന്റെ ഭൃത്യന്മാരായ ആ 2 പേരാകട്ടെ, അതായത് ജയവിജയമാർക്ക് ശാപം കിട്ടിയതാണ് നമ്മൾ പഠിച്ചത്. അതിൽ 3 ജന്മം കൊണ്ട് ഭഗവാന്റെ ശത്രുക്കളായിട്ട് 3 ജന്മം കൊണ്ട് പിന്നെ തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് എത്താൻ സാധിക്കാം. ആ ജന്മങ്ങൾ കഴിഞ്ഞിട്ട് ഭഗവാൻ അനുഗ്രഹിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ ഭൃത്യന്മാരായ 2 പേര് കാശ്യപാദ്, അവർ പിന്നെ എങ്ങനെയാണ് അസുരന്മാർ? കാശ്യപ മഹർഷിയിൽ നിന്ന് ദിദിയിൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ദിദിയിൽ സന്ധ്യാസമുത്പാദന കഷ്ടചേട്ടു, സന്ധ്യാസമയത്തുള്ള ആ സംയോഗം കൊണ്ടുള്ള ഉൽപ്പത്തി നിമിത്തം കഷ്ടമായുള്ള ചേഷ്ടയുള്ളവരായിട്ട് ജനിച്ചു. അതായത് ദുഷ്ടന്മാരായി ജനിച്ചു. സമയത്ത് നമ്മൾ ഒന്നും ചെയ്യരുത്, ഒരു പ്രവൃത്തിയും ചെയ്യരുത്, നാമം ചെല്ലുക മാത്രമാണ് അതിന് പറയാറുണ്ട്. അപ്പോൾ ഈ സമയത്തുള്ള ആ സംയോഗം കൊണ്ട് ഉണ്ടായ പുത്രന്മാരായതുകൊണ്ട് അവർ ദുഷ്ടന്മാരായി തീർന്നു. എന്നിട്ട് അവർ ലോകസ്യ, ഈ ലോകത്തിന് അന്യോ യമൗ ഇവ, മറ്റു 2 യമന്മാരാണോ എന്ന് തോന്നുന്ന പോലെ യമോ പറഞ്ഞാൽ ഇരട്ട 2 യമോ കാണാൻ ഇവിടെ. ഒന്ന് യമനെ പോലെ, യമന്മാരെന്ന പോലെ, പിന്നെ അടുത്ത യമോ ഇരട്ട പിറന്നവർ എന്നർത്ഥം. അപ്പോൾ ഒരേ വാക്ക് തന്നെ 2 അർത്ഥത്തിലാണ് ഇവിടെ സംസ്കൃതത്തിൽ വരുന്നത്. ദോ സുരാരിവീരോ, 2 സുരവൈരി വീരന്മാരെ പറഞ്ഞാൽ എന്താണ്? ദേവന്മാരുടെ ശത്രുക്കളായിട്ടുള്ള വീരന്മാരായിട്ട് ഉദിതൗ കില, അവർ ജനിച്ചു വരുത്രേ അല്ലെങ്കിൽ ഉദിച്ചു വത്രേ എന്നർത്ഥം. സന്ധ്യാസമയത്താണ് കാശ്യപ മഹർഷിക്ക് ദിദിയിൽ ഈ 2 പുത്രന്മാരുണ്ടാകുന്നത്. കാശ്യപ മഹർഷി ദിദിയും അതിഥിയുമാണ് കാശ്യപൻ്റെ 2 ഭാര്യമാർ. അതിൽ അതിഥിയുടെ പുത്രന്മാരാണ് ദേവന്മാർ, ദിദിയുടെ പുത്രന്മാർ അസുരന്മാരുമാണ്. അപ്പം ദിതി ദേവഗണങ്ങളുടെ ഉയർച്ച കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് തനിക്ക് ദേവന്മാരുടെ ശത്രുവായിട്ട് ദേവന്മാരെ അധീനരാക്കുന്ന ഒരു പുത്രൻ വേണം എന്നുള്ള ആ അഭ്യർത്ഥനയും കൊണ്ട് സന്ധ്യാസമയത്ത് നിർബന്ധിച്ച് പുത്രനുണ്ടായതുകൊണ്ടാണ് ആ പുത്രന്മാർ സന്ധ്യാസമയത്ത് ഉത്ഭവിച്ചവരായതുകൊണ്ട് ദുഷ്ടന്മാരായി തീർന്നു. ഭഗവാനിൽ നിന്ന് 3 ജന്മം കൊണ്ട് ഭഗവാന്റെ ശത്രുതയിലൂടെ ജനിച്ച് 3 ജന്മം കൊണ്ട് തിരിച്ച് വൈകുണ്ഠത്തിലെത്താം എന്നുള്ള അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട്. അപ്പം അതിഥിയുടെ സന്താനങ്ങളാണ് ദേവന്മാർ. കാശ്യപനിൽ നിന്ന് തന്നെ കാശ്യപ മഹർഷിയുടെ ഭാര്യയായ അതിഥിയുടെ സന്താനങ്ങളാണ് ദേവന്മാർ.
അവരുടെ സമൃദ്ധി കണ്ടിട്ട് അസൂയ വരികയാണ്, അസൂയാലുവായി തീരുകയാണ് ദിതി, സഹോദരി തന്നെയായ ദിതി. അപ്പം അങ്ങനെ മഹർഷി സന്ധ്യാവന്ദനം കഴിഞ്ഞിട്ട് ഉപാസനകളിൽ വ്യാപൃതനായിരിക്കുമ്പോൾ ദിതി കാമവികാരത്തോടെ അദ്ദേഹത്തെ സമീപിച്ചു. സന്ധ്യാസമയം വരെ കാഴ്ത്തിരിക്കാൻ മഹർഷി ഉപദേശിച്ചുവെങ്കിലും അവർ വഴങ്ങിയില്ല. അങ്ങനെ നിർബന്ധപൂർവ്വം ദിതി മഹർഷിയെ പ്രാപിച്ചതുകൊണ്ട് ഗർഭിണിയായി 2 ശിശുക്കൾ ആ ഗർഭത്തിൽ നിന്നുണ്ടായി. അവർ ശാപഗ്രസ്തരായ ജയോജമാരുടെ അസുരജന്മത്തിലെ ആദ്യത്തെ ജന്മമായിരുന്നു അത് എന്നർത്ഥം. അങ്ങനെ അവർ അതിപരാക്രമികളും ക്രൂരന്മാരും നിർദ്ധയരും ഒക്കെ ആയിട്ട് തമോ ഗുണത്തിലൂടെ അവർ വളർന്നു. ലോകത്തിന് പീഡ അവർക്ക് ഒരുപാടുണ്ടായി. പ്രാണനൊക്കെ അപഹരിക്കുന്നതിനൊക്കെ ധർമ്മദേവനായ യമൻ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ 2 യമന്മാർ കൂടി ഉണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം 8 നമുക്ക് ചൊല്ലി നോക്കാം. ഹിരണ്യപൂർവ കശിപുക്കിലൈകഃ പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീതഃ ഉഭൗ ഭവന്നാദമശേഷലോകം രുഷാ നിരുന്ധാം നിജവാസനാന്ധോ. ഹരേ കൃഷ്ണ. അതിൽ 2 പുത്രന്മാരുണ്ടായി, ജനിച്ചു പറഞ്ഞു. അതിലൊരുവൻ ഏകഹ, കില ഏകഹ, കിലൈക എന്നൊരു വാക്ക് കാണും അവിടെ. നമുക്ക് പദം പിരിച്ചു നോക്കുമ്പോൾ അതറിയാം. ഹിരണ്യപൂർവ കശിപു കില ഏകഹ പരഹ, പറഞ്ഞാൽ മറ്റേ ആള്, അന്യൻ അർത്ഥം. ഹിരണ്യാക്ഷ ഇതി പ്രതീതഃ ഉഭൗ ഭവന്നാഥം അശേഷലോകം രുഷാ നിരുന്താം നിജവാസന അന്ധോ. അപ്പം നിജവാസനാന്തോ, ഇത്രയും പദങ്ങളാണ്. അതിൽ ഏക ഒരുവൻ എന്നർത്ഥം. കില ഏക, കിലൈക പറഞ്ഞാൽ കില, അതിൽ ഒരാള് ഹിരണ്യപൂർവ കശിപു. ഹിരണ്യ ശബ്ദം മുൻപിൽ വരുന്നത്, അതായത് ഹിരണ്യകശിപു എന്നർത്ഥം. അതായത് ഹിരണ്യൻ കശിപു എന്നുള്ളതിൻ്റെ മുന്നിൽ വരുന്നത്, ഹിരണ്യം വരുന്നത്, അതാണ് ഹിരണ്യപൂർവ കശിപു എന്ന് പറയുന്നത്. ആദ്യം ഹിരണ്യ വന്നിട്ട് പിന്നെ കശിപു, അപ്പം ഹിരണ്യകശിപു എന്ന പേരിലും. പിന്നെ രണ്ടാമത്തെ ആൾ പരഹ, മറ്റേ ആൾ മറ്റേ പുത്രൻ ഹിരണ്യാക്ഷ, ഹിരണ്യാക്ഷൻ എന്നും പേര് കേട്ട 2 പുത്രന്മാരുണ്ടായി. ഉഭൗ 2 പേരും ഭവന്നാഥം അവിടുന്ന് നാഥനായിട്ടുള്ള ഭഗവാൻ നാഥനായിട്ടുള്ള അശേഷലോകം സമസ്ത ലോകത്തെയും നിജവാസനാന്തു തൻ്റെ വാസനയാൽ, തങ്ങളുടെ ജന്മനാ ഉള്ള എന്താണ്, അസുരജന്മത്തിനൊരു വാസനയുണ്ട്, എല്ലാം നശിപ്പിക്കുക, ഉപദ്രവിക്കുക. അങ്ങനെയുള്ള സഹജമായ വാസന കൊണ്ട്, സ്വഭാവം കൊണ്ട് അന്ധരായിട്ട് രോഷം കൊണ്ട് നിരുന്ധാം എല്ലാത്തിനെയും നിരോധിക്കണം, എല്ലാത്തിനെയും ഉപദ്രവിക്കണം. ഇവിടെ കാശ്യപന് ദതിയിലുണ്ടായ 2 പുത്രന്മാരാണ് ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ. ഹിരണ്യകശിപു എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിരണ്യം പറഞ്ഞാൽ സ്വർണം എന്നർത്ഥം. സ്വർണം കൊണ്ട് മൂടപ്പെട്ടവൻ, സ്വർണ്ണ വസ്ത്രം ധരിച്ചവൻ, അതായത് അത്രയും സ്വർണം കവചം ധരിച്ചവൻ, അത്രയും സ്വർണം കൊണ്ടുള്ള ആ സമ്പത്തുള്ളവൻ, സ്വർണ്ണമയമായ അക്ഷികൾ ഉള്ളവൻ എന്നുള്ള പേരിലാണ് ഹിരണ്യാക്ഷൻ. 2 പേരും പ്രസിദ്ധരായി തീർന്നു. ദുഷ്ടകർമ്മങ്ങൾ കൊണ്ടുള്ള ദുഷ്കീർത്തിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇവിടെ നിജവാസനാന്ധോ പറയുന്നു, അതായത് തൻ്റെ സ്വതവേയുള്ള അസുരന്മാരുടെ വാസന കൊണ്ട് അവർ എല്ലാ ഭഗവാൻ നാഥനായിട്ടുള്ള എല്ലാത്തിനെയും നിരോധിക്കുകയാണ്. ഭഗവാൻ നാഥനായിട്ടുള്ള ഈ പ്രപഞ്ചം തന്നെ ഭഗവാൻ, എല്ലാത്തിൻ്റെയും നാഥൻ ആരാണ്? ഭഗവാനാണ്. മനുഷ്യൻ ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് എന്തെങ്കിലും അധികാരമോ സ്ഥാനമോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് അന്ധത കൊണ്ട് ഈ ഹിരണ്യാക്ഷനെ പോലെയും ഹിരണ്യകശിപുവിനെ പോലെയും ആയിത്തീരുന്നു. അവർ ആ തൻ്റെ വാസന ബലം കൊണ്ട്, അന്ധത കൊണ്ട് അവർ എല്ലാം ഭഗവാനെ മറന്നുപോയിട്ട് ലോകത്തിനെ തന്നെ ഉപദ്രവകരമായിട്ട് അവർ പെരുമാറുന്നു. ഇപ്പോഴും നമ്മൾക്ക് കാണാം അത്. അപ്പം ഈ പ്രപഞ്ചം ഭഗവാന്റേതാണ്, അതിന് നാഥനായ ഭഗവാൻ പ്രപഞ്ച രക്ഷകനുമാണ്. അപ്പം പ്രപഞ്ചത്തിലെ ഈ ചേതനയും അചേതനങ്ങളായിട്ടുള്ള എല്ലാത്തിനെയും നാഥൻ ആരാണ്? ഭഗവാനാണ്. അപ്പം ലോക ഉപദ്രവകരായ എന്തും, ലോകത്തിലെ എന്തിനേയും നശിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നതൊക്കെ ഭഗവാനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഉപദ്രവിക്കുമ്പോൾ ഭഗവാനെ ഉപദ്രവിക്കാനുള്ള ശക്തി നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നത് തന്നെ മൂഢതയാണ് എന്നർത്ഥം. അങ്ങനെ ഈ 3 ജന്മങ്ങൾ വേഗം ഭഗവാന്റെ ശത്രുതയായിട്ട് കഴിഞ്ഞ് ഭഗവാനിൽ നിന്ന് വധം കിട്ടി വൈകുണ്ഠത്തിലേക്ക് പോകാം എന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഇതെല്ലാം സമസ്ത ലോകത്തെയും ഭഗവാനെ നിരോധിച്ചാൽ ഭഗവാൻ തന്നെ വന്ന് വധിച്ചോളും.
അപ്പോൾ ലോകത്തിനെ തന്നെ എല്ലാത്തിനെയും അവർ നിരോധിക്കാൻ തുടങ്ങി. സനകാദികളെ മാത്രം ഉപദ്രവിച്ചില്ല എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഹരേ കൃഷ്ണ നാരായണ. ഇത് 9ഉം 10ഉം ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പൂർണ്ണമായി ചൊല്ലിയിട്ടിട്ടും നമ്മൾക്ക് കേൾക്കാം. ഇന്ന് 8 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. എല്ലാവരും ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കണം, മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.